ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയല വറ്റിച്ചതിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഇതാ ഒരു ചട്ടിയിലേക്ക് നല്ലോണം പഴുത്ത 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തക്കാളി ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും പിന്നെ കുറച്ചധികം വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഒരു 3 പച്ചമുളക് ഇതുപോലെ നടുകെ കീറിയാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനെടുത്ത തക്കാളി അത്ര പുളിയില്ല എന്ന് തോന്നി. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് വാളംപുളിയും കൊടുമ്പുളിയും ഒന്നും പിഴിഞ്ഞ് വയ്ക്കണില്ലേ. പിന്നെ ഇതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അയല മീനാട്ടോ എടുത്തിട്ടുള്ളത്. ഏത് മീൻ വെച്ചിട്ടായാലും ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറിയ അയലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നടുവിൽ മാത്രം ഒന്ന് മുറിച്ചാണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ആ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ മസാലയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്താണ്. പിന്നെ അതിലേക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും കൂടി ഒഴിച്ച് കൊടുത്താണ്ട് ഇതാ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാണ്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോഴാട്ടോ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. ഇതുവരേക്കും നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് തിളച്ച് വരുന്നവരേക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തിളച്ച് തുടങ്ങിയാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയാണ്ട് 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇതിവിടെ 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വേഗം തന്നെ അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നെ ഇതൊരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ എടുക്കണം. അതാവട്ടെ നല്ലത്. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള അയല വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.